വഴിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന ഓരോ എട്ടിൽ ഒരാളും വ്യാജനാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും നടത്തിയിരിക്കുന്ന ഫാക്ട് ചെക്ക് കണ്ടോ? ശ്രീ സിബി കണ്ടു കാണുമല്ലോ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. നിങ്ങള് തന്ത്രപരമായിട്ട് നിങ്ങൾ ഈ നുണ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് BJP ആഭിമുഖ്യമുള്ള പത്രമല്ല എന്ന് ചുരുങ്ങിയത് ശ്രീ സിബി സത്യൻ സമ്മതിക്കും അല്ലെ? BJP ഒരു സെക്കൻഡ് BJP ആഭിമുഖ്യമല്ല ഉള്ള പത്രമല്ലാത്ത BJP ആഭിമുഖ്യമില്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഫാക്ട് ചെക്ക് വഴി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നുണയാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു 30 സെക്കൻഡ് സമയം ഞാൻ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറഞ്ഞാൽ അത് കൗണ്ട് ചെയ്യണം. ഒന്ന് തിരിച്ചു സംസാരിക്കാനുള്ള ഇതായി ഈ രാജ്യം ഇന്ന് നേരിട്ടുള്ള പ്രശ്നം. അല്ല, താങ്കൾ പറഞ്ഞത് നുണയാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നം. ബാക്കിയുള്ളത് അംഗീകരിച്ചോളാം. ഞാൻ പറഞ്ഞ കോടതി വിധി നിങ്ങളല്ലേ അംഗീകരിക്കാത്തത്? കോടതി വിധി പോലും അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറല്ല. ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് അതാണ് ഈ നാട്ടിലെ ജനാധിപത്യം പറഞ്ഞത്. അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. സുഭാഷ് കുറ്റക്കാർ അനന്ത് നിയമസഭാ മണ്ഡലത്തില് ഈ ഗുലേഷ് കുറ്റക്കാർ BJP സ്ഥാനാർത്ഥിക്കെതിരെ അതുകൊണ്ട് അതാണോ 25 ലക്ഷം വ്യാജ വോട്ടർമാർക്കെതിരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ്? പരാതി കൊടുത്തിട്ടില്ല, അല്ല കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ല എന്നതിനുള്ള മറുപടിയാണ് കോണി നൽകുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, വോട്ട് ചോരിയിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് കോണി പറയുന്നത്. ചുമ്മാ നുണ പറയല്ലേ. നിങ്ങൾക്ക് റിബലുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഹരിയാനയിൽ ഒരു 2 ഡസൻ സീറ്റുകൾ നിങ്ങൾ തോറ്റത് അല്ലെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിബലുകളുടെയും കോൺഗ്രസിന്റെയും വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ BJP-യേക്കാൾ ബഹുദൂരം മുന്നിലാണ് അല്ലേ? അതിന് ഫാക്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് സാർ നുണ പറയുന്നത്? പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആർഗ്യുമെന്റ് മുഴുവൻ തെറ്റാണെങ്കിൽ ഖണ്ഡിക്കണ്ടേ? സുപ്രീം കോടതി വിധിയെ പോലും അംഗീകരിക്കാതെ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ആള് പറയുന്നത് കേട്ട് വിഴുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സാറേ. മര്യാദ എന്ന് പറയുന്നത് അല്ല, എന്ത് മര്യാദയാണ് നിങ്ങൾ എന്ത് പരാതിയാണ് കോൺഗ്രസ് കൊടുത്തതെന്ന് കോണി പറയട്ടെ. 25 ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ 19 ലക്ഷം